തേങ്ങാപ്പാലും കപ്പയുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന പാൽക്കപ്പയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഞാനിവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത കപ്പ ഏകദേശം 800 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. 1 കിലോ കപ്പ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 800 ഗ്രാമോളം കിട്ടും. ഈ അളവിൽ കപ്പ എടുക്കുവാണെങ്കിൽ ഏകദേശം 2 മുതൽ 3 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ നമുക്ക് പാൽക്കപ്പ തയ്യാറാക്കാൻ പറ്റും. ആദ്യമായി ഇതിലേക്ക് ഉപ്പ് 2 ടീസ്പൂൺ. അടുത്തതായി ഇതിലേക്ക് കപ്പ നന്നായിട്ട് മൂടിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കണം. ഏകദേശം 1 ലിറ്ററോളം മതിയാകും. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഓരോ സ്ഥലത്തും കിട്ടുന്ന കപ്പയുടെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് സമയം പറയാൻ പറ്റില്ല. കപ്പ നന്നായിട്ട് വേവുന്നത് വരെ വേണം വേവിക്കാൻ. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ 6 മുതൽ 10 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടേണ്ടതാണ്. ഏകദേശം ആ സമയമൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഓരോ കപ്പയുടെ പീസ് എടുത്ത് ഒന്ന് ഉടച്ചു നോക്കുന്നത് കപ്പ വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ സഹായിക്കും. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 6 ചെറിയുള്ളി, 1 വെളുത്തുള്ളിയുടെ അല്ലി, 2 പച്ചമുളക്. ഇത് മൂന്നും ഒന്ന് ചതച്ചെടുക്കുക. അതല്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഈ പരുവത്തിന് വേണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഇത് മാറ്റിവെക്കുക. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. തവി ഉപയോഗിച്ച് ഇതുപോലെ ഒരു കപ്പയുടെ പീസ് ഉടയ്ക്കാൻ നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി കപ്പ വേവിക്കാൻ ഉപയോഗിച്ച ഈ വെള്ളം ഇതിൽ നിന്നും ഊറ്റിക്കളയണം. വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം കപ്പ അതേ പാനിലേക്ക് തന്നെ തിരിച്ചിടുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. പിന്നീട് ഒരു തവി ഉപയോഗിച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെ തവി ഉപയോഗിച്ച് കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചുമെടുക്കുക. ഈ പരുവത്തിന് വേണം ഉടച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർക്കണം. 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. തേങ്ങ പിഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ 1-ാം പാലും 2-ാം പാലും ഒരുമിച്ച് ചേർത്തിട്ട് 2 കപ്പ് മതിയാകും. അതല്ല, റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാലിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ലൂസ് ആക്കിയ ശേഷം ചേർത്താൽ മതിയാകും. അടുത്തതായി ഇതിലേക്ക് ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം 4 മുതൽ 5 മിനിറ്റ് നേരം വരെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ചു നേരം ഇരുന്ന് ചൂട് അല്പം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കുറുകും. അതുകൊണ്ട് സ്റ്റൗ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി താളിച്ച് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിനുശേഷം എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് 3 എണ്ണം നടുവേ മുറിച്ചത് ചേർക്കുക. പിന്നീട് 3-4 സെക്കൻഡ് നേരം മാത്രം വളരെ പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് ചെറിയുള്ളി 5 എണ്ണം സ്ലൈസ് ചെയ്തത് ചേർക്കുക. അതും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഏറ്റവും അവസാനമായി ഇതിലേക്ക് കറിവേപ്പില ചേർക്കണം. 1-2 തണ്ട് കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ വേണം ഇളക്കി കൊടുക്കാൻ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ചെറിയുള്ളി ഇതുപോലെ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കപ്പ അല്പനേരം ഒന്നിരുന്ന് ചൂട് കുറഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. നോൺ വെജ് സൈഡ് ഡിഷുകൾക്കൊപ്പം കഴിക്കാവുന്ന ഈ വിഭവം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.